ഈ ടീം UDF ആണ് വേണ്ടതെന്ന് അങ്ങ് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഒരു നിർണായക പങ്കുണ്ടല്ലോ വിജയിക്കുന്നതിൽ. മാത്രമല്ല ന്യൂനപക്ഷ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് UDF വന്നു എന്നുള്ളത് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ 27 സീറ്റിൽ മത്സരിച്ച് ഒരു പുതിയ പരീക്ഷണം അവർ നടത്തി. അവരെക്കുറിച്ച് ഉണ്ടായിരുന്ന ആക്ഷേപം സ്ത്രീകളെ ഗവനിക്കുന്നില്ല എന്നായിരുന്നു. അതും നടന്നു. ഒരാൾ ജയിച്ചു വന്നു. അത് തോൽപ്പിച്ചത് ഞാൻ പറയാം 77 ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ലീഗ് പിന്തുണച്ച സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അതുപോലെ മറ്റൊരു ചരിത്രം കൂടി ഉണ്ട്. ആരും പരിശോധിക്കാത്തൊരു ചരിത്രമാണ് നാദാപുരത്തിൻ്റെ. നാദാപുരത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് വരെ ജയിച്ചില്ല. 960 ഹമീദ് അലി ഷംനാട് ലീഗ് സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ചു. കാന്തലോട്ട് കുഞ്ഞമ്പ് കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ചു. പിന്നെ കുമാരൻ മാസ്റ്റർ കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ചു. ബാക്കി എല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി. അതായത് കോൺഗ്രസിന് മുഖം വെച്ച കാള ജയിക്കാൻ പറ്റിയിട്ടില്ല, പശുവും കിടാവും ജയിക്കാൻ പറ്റിയില്ല, കൈപ്പത്തിയും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ കൈപ്പത്തി ജയിച്ചു. അതിന്റെ കാരണം മുസ്ലിം ലീഗിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തന സാന്നിധ്യം. ഈ ലീഗിനൊരു പ്രത്യേക പരിഗണന നൽകേണ്ടതല്ലേ ഈ പ്രാവശ്യം ക്യാബിനറ്റ് ഫോർമേഷനിൽ? ഈ 5 സീറ്റ് കേൾക്കുന്നുണ്ട്, ശരിക്കും 6 അർഹതയില്ല. അവര് അർഹതയുടെ അല്ല, നമുക്കിപ്പോ ഒരു 21 പറ്റുള്ളൂ. 63 സീറ്റ് കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതിലും ആരും, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കമ്മ്യൂണൽ ബാലൻസ് നിലനിർത്തണം. ഇപ്പം നായർ, ഈഴവ, ദളിത് എല്ലാം എടുക്കേണ്ട കോൺഗ്രസ് എന്നല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേ സമയത്ത് മുസ്ലിം ലീഗ് ഉണ്ടെന്ന് വിചാരിച്ച് കോൺഗ്രസ്സിലെ ജയിച്ചു എന്നൊരു മുസ്ലിമിനെ പരിഗണിക്കാതെ പറ്റുമോ? കേരള കോൺഗ്രസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയും പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ കോൺഗ്രസ്സിന്? അപ്പം ഞങ്ങൾക്ക് ഈ 10-12 തരികയാണെങ്കിൽ അതൊക്കെ മറ്റ് കമ്മ്യൂണിറ്റീനെ അത് കോൺഗ്രസ്സിനെ ചെയ്യാൻ പറ്റൂ. ഞാൻ പറയും ഇപ്പോൾ കേരള കോൺഗ്രസ്സിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും. അങ്ങനെ ആ കാര്യത്തിൽ ലീഗും തുറന്ന സമീപനം. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള ആവശ്യം നിലവിലില്ലല്ലോ. അത് ഇതുവരെയായിട്ട് പരിഗണനയ്ക്ക് വന്നിട്ടില്ല. അത് 2 സാഹചര്യത്തിലാണ് കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടായത്. ഒന്ന് 60-ൽ PSPയുടെ ഇരട്ടി സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ പട്ടംതാണമുള്ള എന്നുള്ള ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ടാണ്. കാരണം അന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും PSP കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂടെ ആൻറ്റി കോൺഗ്രസ്സാണ്. കേരളത്തിൽ മാത്രം PSP കോൺഗ്രസിൻ്റെ കൂടെ വരാൻ കാരണം പട്ടംതാണുള്ള സാറാണ്. അദ്ദേഹത്തിന് എല്ലാത്തിലും ഒന്നാമനാണ് നിർബന്ധമായിരുന്നു. ഒരു ഡെലിഗേഷൻ പോയാൽ എൻ്റെ ചെയർമാനാവണം, അങ്ങനെ ചില ഒരു ആഢ്യത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തു. കാരണം PSP പ്രധാന വോട്ടാണെന്ന്. അന്ന് കേരളത്തിലെ 3 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 നേതാക്കന്മാരുണ്ടായിരുന്നു PSPക്ക്. താനുള്ള സ്ഥാനം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അതേ സിറ്റുവേഷൻ 71-ൽ വന്നെങ്കിലും 2ാം സ്ഥാനം എന്ന് പറഞ്ഞു, പക്ഷേ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. പിന്നെ 82-ൽ K കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു CH മുഹമ്മദ് കോയ 54 ദിവസം മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ. ആ ഒരു മുൻ മുഖ്യമന്ത്രിനെ വെറും മന്ത്രിയാക്കരുത്. അങ്ങനെ K കരുണാകരനാണ് കൊണ്ടുവന്നത്. CH മരിച്ചപ്പോൾ പിന്നെ നഹാസാഹിബ് വന്നപ്പോൾ നഹാസാഹിബ് സീനിയറായിട്ടുള്ള ആളാണ്. എന്നാൽ ഇതെങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. അതല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അതിന് ഉണ്ടാവില്ല എന്നാണെന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് സാഹചര്യങ്ങളനുസരിച്ച് വരും. ഇപ്പം ഏതായാലും അത് പരിഗണനയില്ല.